താരപ്പകിട്ടിലേക്ക് സ്വാഗതം. അലമാര എന്ന സിനിമയുടെ വിശേഷവുമായി എത്തുന്നു സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. സിനിമയിലെ നായിക അതിഥിയാണ്. അതിഥിയുമുണ്ട് ഇന്ന് നമ്മളോടൊപ്പം. ഹലോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയുണ്ട് പ്രതികരണം? അലമാര വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണത്തിലേക്കാണ് റിലീസായിരിക്കുന്നത്. കാരണം ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫാമിലി പടമാണ്. അപ്പം കുടുംബങ്ങളൊക്കെ കയറുന്നു, വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. വരും ദിവസങ്ങൾ എന്താകുമെന്നുള്ളത് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. സോ ഫാർ സോ ഗുഡ്. കുടുംബങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. യങ്സ്റ്റേഴ്സിനും അവിടെ ഒരു കോർപ്പറേറ്റിലൊരു ഒരു ബോസ് ഉണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ. ആദ്യ സിനിമ എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? ഷൂട്ടിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് അത്ര ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിലീസായതിനു ശേഷമാണ് ഒരു എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്നെ ഒരു എന്താ പറയുക ആസ് എ ഹീറോയിനായിട്ട് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ മാത്രമേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പോൾ അതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ഫാമിലിയും ഒരുപാട് ഈ പറഞ്ഞ പോലെ അമ്മമാരാണെങ്കിലും ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ. ഞങ്ങൾ മോഡലിങ്ങിൽ കണ്ടിട്ടുണ്ട്, തുണിയിൽ കറിയില്ലെന്നോ കറിയുണ്ടെങ്കിൽ പ്രശ്നമില്ലെന്നോ എന്തൊക്കെയോ പറയുന്നു. എത്രത്തോളം ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ തിരിച്ചറിയുന്നു? ഇപ്പോൾ മുൻപൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഞാനിതിനു മുൻപ് മോഡലിംഗാണ് ചെയ്തിരുന്നത്. ഒരുപാട് ആഡ്സ് അതിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും അങ്ങനെ അധികം ആരും തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു ഫേസ് ആയിരുന്നില്ല. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയണം ഇത് ഞാനാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ മാത്രം, അല്ലെങ്കിൽ എൻ്റെ സർക്കിളിലുള്ളവർ മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അവസ്ഥ മാറി. അലമാരയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും അലമാര ഒരു വിഷയമായതുകൊണ്ടും ആൾക്കാർ തിരിച്ചറിഞ്ഞു. അലമാര അതൊരു വലിയൊരു മാറ്റം തന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക്. കാരണം ഇപ്പോൾ പറയാതെ തന്നെ എല്ലാവരും കാണുമ്പോൾ അലമാരയിലെ കുട്ടി, പിന്നെ എന്നെ കാണുന്ന തന്നെ അരുണേട്ട എന്ന് പറഞ്ഞ കുറേ പേര് വിളിക്കുന്നുണ്ട്. അതിലൊരു ട്രെയിലർ വന്ന അരുണേട്ട ഒരു സംഭവം അത് കാണുമ്പോൾ എല്ലാവരും എന്നെ അരുണേട്ട എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്നുണ്ട്. കുറേ പേര് അലമാര എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അതിഥി നിന്ന് ആരും വിളിക്കുന്നില്ലെങ്കിലും ഈ പേരിലൂടെയൊക്കെ ഇപ്പം ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സന്തോഷം. വലിയ ഒരു തീരുമാനം എടുക്കുന്ന കാര്യമാണ് എപ്പോഴും സിനിമയുടെ പേര് എന്ന് പറയുന്നത്, ടൈറ്റിൽ. എന്ന് കഥയൊക്കെ ആയപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയോ അലമാര മതി എന്ന്? സാധാരണ പേരുകൾക്ക് സിനിമകൾക്ക്, എൻ്റെ സിനിമകൾക്ക് ലാസ്റ്റ് അവസാന നിമിഷമൊക്കെയാണ് പേരുകളാവാറ്. ഇപ്പോൾ വംശാന്തിവശാനിക്ക് അവസാനമാണ് പേരായത്. 2 സിനിമകൾക്കാണ് ഏറ്റവും ആദ്യം തന്നെ പേര് കിട്ടിയത്. ഒന്ന് ആടിനും ഇപ്പം അലമാരയ്ക്കും. കാരണം ഇത് രണ്ടും കഥ പറയുമ്പോൾ തന്നെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഏകദേശം ആടായിട്ടും അലമാരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അലമാര എന്നുള്ള പേര് വളരെ അത് ഈ കഥയിലെ ഒരു നിർണായക ക്യാരക്ടർ ആയതുകൊണ്ട് ആ പേര് തന്നെ പടത്തിന് സ്റ്റാർട്ടിങ് തൊട്ടേ തിരക്കഥ എഴുതുമ്പോൾ തൊട്ടേ അലമാര എന്ന് തലവാചകം എഴുതി അടിവരയിട്ടിട്ടാണ് നമ്മൾ തിരക്കഥ അതിനാണ് തുടങ്ങിയത്. പിന്നെ ആ പേര് മാറ്റാൻ തോന്നിയില്ല. പേര് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ആ പേരിലൊരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ആദ്യം നമ്മൾ തീരുമാനിച്ചത് കഥയ്ക്ക് തൊട്ടുപിറകെ ഈ പടത്തിൻ്റെ പേര് അലമാര എന്നതായിരിക്കും എന്നാണ്. നമ്മൾ എത്രയൊക്കെ ആശയ പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ക്രിയേറ്റീവ് ആണെങ്കിൽ, നമ്മൾ പറയുന്ന ആ ഒരു കാര്യത്തിൽ ലിറ്റ്മസ് ഉണ്ടെങ്കിൽ ഇന്ന് സിനിമ കൈ ദൂരത്താണ്. ജൂഡ് ആൻ്റണി എന്ന് പറയുന്ന ഒരു സംവിധായകനെ കൺവിൻസ് ചെയ്യാൻ ആദ്യമായിട്ടുള്ള ഡിസ്കഷൻ എത്ര സമയമെടുത്തു? ജൂഡും ഞാനും വംശാന്തിവശാനിക്ക് മുൻപ് അജുവാണ് ജൂഡിനെ പരിചയപ്പെടുന്നത്. അജുവാണ് സിനിമയിലെ എൻ്റെ ഗോഡ് ഫാദർ. അപ്പോൾ ജൂഡും ഞാനും വംശാന്തിവശാനിക്ക് മുമ്പ് ഒരുപാട് കഥകളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പല കഥകൾ പറഞ്ഞു, ഒന്നും ജൂഡിന് ഇഷ്ടമായില്ല. അവസാനം ഞങ്ങൾ കഥ പറയലൊക്കെ നിർത്തി. ഞാൻ മറ്റൊരു സംവിധായകനെ കാണാൻ പോകുന്നൊരു ഘട്ടത്തിൽ യാദൃശ്ചികമായിട്ട് ജൂഡിനെ ഒരു ചായക്കടയിൽ വെച്ച് കാണുകയും എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അവന് വന്ന് കഥ കിട്ടാതെ സിനിമ ചെയ്യാൻ കഥയില്ലാതെ ഇങ്ങനെ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ വളരെ യാദൃശ്ചികമായി ജൂഡിനോട് പറഞ്ഞ കഥയാണ് വംശാന്തിവശാന. അപ്പോൾ കഥ കേട്ട ജൂഡ് പറഞ്ഞു ഇത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ നേരെ പോയി നമ്മൾ പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോകുമായിരുന്നു. അപ്പം ജൂഡിനെ വളരെ യാദൃച്ഛികമായി കണ്ടതുകൊണ്ട് അവിടെ ഒരു ചായ കുടിക്കാൻ കയറിയതുകൊണ്ട് സംഭവിച്ചൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ വംശാന്തിവശാന. തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഒരു പൂവായി എന്നൊക്കെ പറയാം നമുക്ക്. കാര്യം അതൊരു ഇങ്ങനെ ആ ഒരു തോട്ട് പ്രൊവോക്ക് അതിൽ കുറേ ആത്മാംശങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. അതെ, എനിക്കെന്ന് വെച്ചാൽ ആത്മാംശം പറയാനൊരു പേടിയാണ്. കാര്യം ഭാവനയിൽ നിന്ന് നമ്മളൊരു പ്രണയത്തെക്കുറിച്ച് ഒരു കവിത എഴുതിയാൽ ഉടൻ പറയും അയ്യോ ആ പ്രണയം കെട്ടടങ്ങിയതാണ്. ഒരിക്കലും ആയിരിക്കില്ല, ചിലപ്പോൾ ഭാവനയിൽ നിന്നായിരിക്കും. ആ ആത്മാംശം കണ്ടെത്തണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ആത്മാംശങ്ങൾ ഒരുപാടുള്ള അല്ലെങ്കിൽ വയനാട്ടിലും പൂവാലികളുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി വയനാട്ടിൽ നിന്നുള്ളതല്ല, മറ്റു സ്ഥലത്തു നിന്നുള്ള അനുഭവമായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഇങ്ങനെ പെമ്പിളയുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് എങ്ങനെ എഴുതി അത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഭയങ്കര ഗഹനമായ സൈക്കോളജിക്കൽ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നമുക്ക് പരിചയമുള്ളൊരു ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ ആ ക്യാരക്ടറിനെ വെച്ച് ആ കഥയൊന്ന് വലുതാക്കി, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. പൂവാലി എന്ന് പറയല്ല, ഇന്ന് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ചെന്ന് ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യാനൊന്നും പെൺകുട്ടികൾക്ക് മടിയില്ല. എന്ത് പറയുന്നു അതിഥി? പഠിച്ചത് ഇപ്പൊ ശരിയാന്ന് തോന്നുന്നു. കുറെ പേർക്കൊന്നും അങ്ങനെ മടിയില്ല. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു, ഇഷ്ടമല്ലെങ്കിലും പണ്ട് പിന്നെയും ഒരു വിഷമാവോ 80കളിലൊക്കെ കാൽനഖം കൊണ്ട് വരച്ച കാലങ്ങളിൽ ഞാൻ പറയണോ എന്ന് പറഞ്ഞ് പിന്നെ ചിന്തിച്ച് തിരിച്ചു വന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, മൊമെന്ററി ആണ്. ഇഷ്ടമല്ലേ അല്ല പറയുന്ന ഒരു ശരിയാണ്. ലൈഫ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയില്ലേ.
അപ്പോൾ നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാനൊന്നും നമുക്ക് സമയമില്ല. ലൈഫ് ഫാസ്റ്റായി എന്ന് പറഞ്ഞപ്പോഴാണ് തികച്ചും ഫാസ്റ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ദുബായിൽ നിന്നാണ് പ്രവാസിയായിട്ടാണ് തിരിച്ച് അഭ്രപാളിയിലേക്കുള്ള തിരിച്ചുവരവ്. എങ്ങനെ അത് കണക്ട് ചെയ്യുന്നു? പ്രവാസി ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ കാൽപ്പനികമായൊരു വൻ ചോദ്യം വന്നതുകൊണ്ട് പ്രവാസ ജീവിതം ഭയങ്കര ഹാർഡായിരുന്നു. ഹാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം അല്പം ഞങ്ങൾ കുബൂസ് കഴിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം നമുക്ക്. സത്യം പറഞ്ഞാൽ 1-2 ഹോട്ടലിൽ പോയി ഞാൻ വെജിറ്റേറിയൻ ആയി കുബൂസ് വാങ്ങിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രവാസി ആലോചിക്കും, നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ച് കഴിക്കാനുള്ള പ്രവാസികൾ എപ്പോഴും കുബൂസാണ് കഴിക്കുന്നത്. അല്ല, കുബൂസ് അത്ര മോശം ഭക്ഷണമൊന്നുമല്ല. അയ്യോ, മോശത്തോടെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ അവിടുത്തെ ആളുകളുടെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരുടെ ചപ്പാത്തി പോലെ അവർ കുബൂസ് കഴിക്കുന്നു. പക്ഷേ ഈ കുബൂസ് അവിടെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണമായതുകൊണ്ടാണ് നമ്മൾ, പക്ഷേ അത് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു മേന്മയാണ്. എന്തിന് വില കൂടിയാലും കുബൂസിന് വില കൂടാൻ പാടില്ല എന്നൊരു നിയമം അവിടെ ഉണ്ട്. നമുക്കിപ്പോൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും നമ്മൾ കുബൂസ്, ഇപ്പോൾ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയാലും കുബൂസ് ആ ഒരു ദിർഹംസിന് ഒരു പാക്കറ്റ് വിറ്റിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം അവിടെ ഉണ്ട്. അപ്പോൾ അതെ, അത് സാധാരണക്കാരൻ്റെ ഒരു അരി നമ്മുടെ കൈയൊതുക്കത്തിലല്ല, അരിയുടെ വില പോലും അപ്പോൾ അവിടെ കുബൂസ് തിന്നുമ്പം നമുക്ക് കുബൂസ് എന്നൊന്നും അല്ല വിഷമം. കാരണം അവിടെ ദുബായ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ലൈഫ്, അത് അവിടെ പോയി അവിടെ ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം. കാരണം നമ്മളവിടെ 2-3 വർഷം അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞ് ഒരു ജോലി ഒരു സൈക്കിൾ അങ്ങ് പൂർത്തിയാക്കുമ്പോഴത്തേക്കും പിന്നെ ക്രെഡിറ്റ് കാർഡ്സായി, ലോൺസായി, നാട്ടിൽ വീട് പണിയായി, പിന്നെ അവസാനം ഒരു പള്ളിക്കൽ നാരായണ പോലത്തെ ഒരു തിരിച്ചറിവേ നമുക്കുണ്ടാവുള്ളൂ. അത് ഭൂരിഭാഗം ആളുകളുടെയും കഥയാണ്. 45, 50, 60 വയസ്സൊക്കെ റിട്ടയർമെൻറ്റ് പ്രായം വരുമ്പോഴത്തേക്കും തിരിച്ചിവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, കുറേ സമ്പാദ്യം മാത്രമല്ലേ ഉള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് വരുമെന്ന് എനിക്ക് അപ്പോഴേ ഒരു സംശയം. ആ മെക്കാനിക്കൽ ലൈഫിൽ നിന്നും ബട്ട് ഏറെക്കുറെ സേഫ് ആണെന്ന് പറയാം ദുബായ് ജീവിതം. കാര്യം അത്യാവശ്യം കൈനിറയെ കാശ് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അത്തരം അവസ്ഥയിൽ നിന്നും നമ്മൾ സേഫായിട്ട് സേഫ് സോണിൽ നിന്നും തികച്ചും സാഹസികമായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ വരുന്നത്. സിനിമ എന്ന് പറയുന്നത് വളരെ ഗ്ലാമറസ് ആണ്, സന്തോഷം തരുന്നു, സ്പേസ് തരുന്നു. പക്ഷേ സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്കറിയില്ല. നമ്മുടെ ഒരു സിനിമയാണ് അടുത്ത യാത്ര തീരുമാനിക്കുന്നത്. അപ്പോൾ എത്രത്തോളം തീരുമാനമെടുക്കാൻ എങ്ങനെയായിരുന്നു? ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്കൊന്നും അറിയാത്തൊരു മേഖലയിലേക്ക് കണ്ണും പൂട്ടി ചാടുമ്പോൾ ടെൻഷൻ സ്വാഭാവികമാണല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ പക്ഷേ കണ്ണും പൂട്ടിയല്ല എടുത്ത്, കയ്യിൽ നല്ലൊരു ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അതിഥി ഒരു ഡയറക്ടറാണെങ്കിൽ ഇപ്പം ഞാൻ അതിഥിനോട് പോയൊരു കഥ പറഞ്ഞിട്ട് എത്ര നല്ല കഥയാണെങ്കിലും അപ്പോൾ അവൾക്ക് കൺവിൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണെങ്കിൽ അത് പിടിക്കുള്ളൂ. ഒരു ജോണറിൻ്റെ ഒക്കെ പ്രശ്നം ഇതിനകത്തുണ്ട്. സത്യം. അപ്പോൾ ഇതേ കഥ ഞാൻ മറ്റൊരാളോട് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിടിച്ചോണമെന്നില്ല. പക്ഷെ കഥ പറയുക എന്ന് പറയുന്നത് ഒരു ദാറ്റ് ഈസ് എൻ ആർട്ട്. കാര്യം ഒരു പ്രൊഡ്യൂസറെ 5 നിമിഷം കൊണ്ട് നമുക്ക് കൺവിൻസ് ചെയ്യിക്കണം. അപ്പോൾ ചില സംവിധായകരുടെ മനസ്സിൽ സിനിമ ഉണ്ടായിരിക്കാം, അഭ്രപാളിയിൽ അത് എത്തിക്കണമെന്ന് പറയാം. പക്ഷേ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ അവർ ചിലപ്പോൾ അത്രയും അപ് ടു മാർക്ക് ആയിരിക്കില്ല. ആ ഒരു വിഷമം അങ്ങനെ അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്തു? എനിക്ക് കഥ പറയാനുള്ളൊരു നാക്കുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സംവിധാനത്തെക്കാൾ കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളൊരു സാധനം എഴുത്തല്ല, പ്രസംഗിക്കാൻ. അതെ, അല്ല ഞാൻ പണ്ട് പ്രസംഗിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ. അപ്പം ഭാഷ കൊണ്ട് അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് കഥ പറയലൊരു ബുദ്ധിമുട്ടായില്ല. പിന്നെ ബേസിക്കലി എഴുത്തുകാരനല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു മിനിമം ലോജിക്കും ഒരു ഹാഫ് ലോജിക്കും ഒക്കെ വെച്ചിട്ടുള്ളൊരു കളിയാണ് തിരക്കഥയിലേക്ക്. തിരക്കഥ പകുതി സാങ്കേതികപരമായൊരു കാര്യമാണ്, പകുതി ഭാവനയും വെച്ചിട്ടുള്ളൊരു കളിയാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞു വീഴ്ത്താൻ നമ്മൾ എന്ത് കഥയും പറയും, സംവിധായകൻ്റെ അടുത്തും ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ കഥ പറയും. പക്ഷേ ഇത് എഴുതി അത് സിനിമയാക്കി പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യുന്ന പാർട്ടാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട്. ഇപ്പോൾ സംവിധായകർക്ക് അല്ലെങ്കിൽ എഴുത്തുകാരനൊരു നടനെയോ ഒരു നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പോൾ പോയിട്ട് ചേട്ടാ എനിക്ക് കഥ പറയാൻ അറിയില്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ 1 ലൈൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ ഏതൊരാളും ഒരു 10 മിനിറ്റ് അത് വായിക്കും. അതുകൊണ്ട് എനിക്ക് കഥ പറയാൻ അറിയില്ല എന്ന് പറയുന്നതൊക്കെ നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് കണ്ടാൽ മതി. കഥ പറയാൻ അറിയില്ലെങ്കിൽ എഴുതി കാണിക്കുക. അപ്പോൾ ആ കഥ പറച്ചിലൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. അതിനുശേഷം അത് സിനിമയാവാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഞാൻ അന്ന് ഈ പറഞ്ഞ പോലെ നിവിനും നസ്രിയൊക്കെ ചെറിയ സിനിമയാണത്. അന്ന് വിനീതാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. വിനീതിൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അതിനകത്ത് വന്നപ്പോഴാണ്, ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ള ക്യാരക്ടർ വന്നപ്പോഴാണ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരു സമാധാനമായത്. അപ്പം അതിപ്പോൾ ഞങ്ങൾ ആൻമരി ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു, അലമാര ചെയ്യുമ്പോഴും ഉണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക്കും ആ താരങ്ങളില്ലാത്തതിൻ്റെ ഒക്കെ റിസ്ക് എപ്പോഴും ഏത് പുതിയ ആളുകൾ പടം ചെയ്യുമ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ റിസ്ക്കൊക്കെ ഓം ശാന്തി ഓശാനയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഓവർകം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ സിനിമ തിയേറ്ററിലെത്തി അത്രയും വിജയമായപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ആട് ഷൂട്ടിംഗ് സമയത്തും ലൊക്കേഷനിലും ആ ഒരു വേളയിലെല്ലാം നമുക്കൊരു ന്യൂജൻ സിനിമയാണ് ഇത്. യെസ്, ഒരു സൂപ്പർ ഹിറ്റ് മൂവി വരുന്നു എന്ന് പറഞ്ഞു. ബട്ട് തിയേറ്ററിൽ വന്നപ്പോൾ അത്രയും ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. എത്രത്തോളം അത് എങ്ങനെ അത് നമുക്ക് സ്വയം ഒരു ആശ്വാസം കണ്ടെത്തുമല്ലോ? അതിനകത്ത് സ്വയം ആശ്വസിക്കാനുള്ള വകകളൊന്നും തിയേറ്റർ റെസ്പോൺസിൽ ഉണ്ടായിരുന്നില്ല, ടു ബി വെരി ഫ്രാങ്ക്. കാരണം ഞാനൊരു ആക്സിഡൻ്റൽ ഡയറക്ടറാണ്. അപ്പോൾ എഴുത്താണ് താല്പര്യം, തിരക്കഥകൾ എഴുതുക എന്നുള്ളതൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പം ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം കേട്ടപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അജുവിൻ്റെ അടുത്ത് ഞാൻ ഒന്ന് കഥ പറഞ്ഞു. എനിക്ക് സാൻഡ്ര എന്നോട് പറഞ്ഞു, കാര്യം ഇത് ആദ്യമായി ഒരു ഷോർട്ട് ഫിലിം രൂപേണയാണ് വന്നത്. പിന്നീടാണ് എന്നാൽ ഇത് സിനിമയ്ക്കുള്ള വകുപ്പ് ഉണ്ടല്ലോ എന്ന് വിജയബാബു പറയാനാണ് ഞാൻ ഷോർട്ട് ഫിലിം അവസാനിച്ചിരുന്നത് ബാക്കി എഴുതിയത്.
അങ്ങനെ അത് എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിജയബോചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, സാജിദും മജു എല്ലാം പറഞ്ഞു നീ തന്നെ സംവിധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് വരെ ഞാൻ ചൂട് സംവിധാനം ചെയ്യുന്ന ലൊക്കേഷനിൽ ഒരു 10-15 ദിവസം പോയി എന്നല്ലാതെ നമ്മളെ സാങ്കേതിക വശങ്ങളൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം അത് നമ്മുടെ ദാറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ് വെച്ചേക്കായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു. അപ്പോൾ തിരക്കഥയിലേക്ക് എടുത്തി അടി പോലെ തന്നെ എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് വളരെ ആക്സിഡൻ്റലായിട്ട് പടം സംവിധാനം ചെയ്യാൻ ഇറങ്ങിയതാണ് തുടക്കം. അപ്പോൾ അത് സംവിധാനം ചെയ്ത് വന്നപ്പോൾ കുഴപ്പമില്ല, നന്നായി വരുന്നുണ്ട്. ജയസൂര്യക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ തിയേറ്ററിലൊരു നോൺ സെൻസിക്കൽ ഫിലിം ഇറക്കി കളയാം, ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അതായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഒരു മാസോളം പ്രതീക്ഷിച്ചായിരിക്കാം, ഒരു പക്ഷേ അതിലെ ഹ്യൂമേഴ്സൊക്കെ ചിലപ്പം പഴയതായി പോയതായിരിക്കാം, അറിയില്ല. നന്നായി വരണമെന്ന് വിചാരിച്ചൊരു പടം അത് ചിലപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം, പാരലൽ ട്രാക്കുകൾ കുറേ ഉണ്ടായിരുന്നു. ആ പടം തലകുത്തനെ തിയേറ്ററിൽ വീണുപോയി. എന്ന് വെച്ചാൽ ഭയങ്കര പൊട്ടലല്ല പൊട്ടിയത്, ആളുകളുടെ പ്രതീക്ഷയ്ക്കുള്ളൊരു സംഭവം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഓൺലൈനിൽ അതുവരെ ഓംശാന്തി ഓശാനിക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവരെല്ലാവരും ഓൺലൈനിൽ കൂട്ടത്തോടെ ആടിനെ ആക്രമിച്ചു. ഒരു ഘോരാപരാധം ചെയ്ത പോലത്തെ ഒരു അക്ഷന്തവ്യമായ തെറ്റ്. കാര്യം എനിക്ക് തോന്നുന്നു ആൾക്കാർ രണ്ടാമത്തെ പ്രേക്ഷകൻ എന്ന് പറയുന്ന പ്രക്ഷുബ്ധരായ ഒരു പ്രേക്ഷക സമൂഹം കേരളത്തിനുണ്ട്. അപ്പം നമുക്ക് രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചു മോളെ, ഇത് ഭാഗ്യം. +2നും അത് കീപ്പപ്പ് ചെയ്യണം. ബിക്കോസ് രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് നിർണായകമായ ഒരു 10ാം ക്ലാസ്സിൽ നമ്മൾ പരാജയത്തിന്റെ വക്കിൽ നിന്ന് കഷ്ടി 210 ഗ്രേസ് മാർക്കോട് കൂടി പാസ്സായി അവിടെ നിന്നു. ഓം ശാന്തി ഓശാനിക്ക് ഞങ്ങൾ 547 തന്നു. അല്ല അതിനകത്ത് എഴുത്തുകാരൻ നിലയിലും ഒക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. സംവിധാനത്തിലേക്ക് ചുവടുമാറുമ്പോൾ സിനിമയുടെ നട്ടല്ലേ എന്ന് പറയുന്നത് തിരക്കഥയാണ്, ഓഫ് കോഴ്സ് തിരക്കഥയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സംവിധായകന്റെ ഒരു മേലങ്കി എടുത്ത് അണിയുമ്പോഴത്തേക്കും നമുക്കറിയാലോ സംവിധായകന്റെ ആവിഷ്കാര കല തന്നെയാണ് സിനിമ. അത് അവിടെ നമ്മൾ വട്ടപ്പൂജയായി പോയി. പിന്നീട് അവിടെ ആശ്വസിക്കാൻ ഭാഗ്യമൊന്നും കിട്ടിയില്ല. നമ്മൾ ടോട്ടലി ഡൗൺ ആവും. കാരണം നമ്മൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ പരാജയപ്പെടുമ്പം നമുക്കത് ഈ പറഞ്ഞ പോലെ എല്ലാവരും പ്രീ പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും നന്നായി ഗംഭീര സിനിമ എന്ന് പറഞ്ഞൊരു സാധനം തിയേറ്ററിൽ വീഴുമ്പോൾ നമുക്ക് സ്വാഭാവികമായും വിഷമം വരും. പിന്നെ അതിൻ്റെ ഒരു ആശ്വാസം കിട്ടിയത് CD ഇറങ്ങിയപ്പോഴത്തേക്കും, ടൊറൻ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും, TV വന്നപ്പോഴത്തേക്കും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സൊക്കെ ആളുകൾക്ക് പ്രിയപ്പെട്ടവരായി. പടത്തിനൊരു കൾട്ട് സ്റ്റാറ്റസ് വന്നു. പിന്നെ അതിന് 2ാം ഭാഗത്തിന് വേണ്ടി ആളുകൾ ചോദിച്ചു തുടങ്ങി. ഇന്നിപ്പം 2ാം ഭാഗത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നു. അപ്പോൾ അതിന് ഈ ഒരു ആശ്വാസം എന്ന് പറയുന്ന സംഗതി കിട്ടിയത് ഈ സാധനം ടൊറൻ്റിൽ വന്നപ്പോഴാണ്. നമ്മൾ ഉദ്ദേശിച്ചൊരു പ്രേക്ഷകൻ അവസാനം പടം കണ്ടല്ലോ, അവരിലേക്ക് എത്തിയല്ലോ എന്നൊരു ആശ്വാസം. കഥ പറയുന്ന രംഗത്തേക്ക് വീണ്ടും നമ്മൾ വരികയാണ്. ആദ്യമായി അലമാരയിൽ കേട്ട കഥ. ഞാൻ ഈ മൂവിയിലേക്ക് വരുന്നത് ഓഡീഷൻ ത്രൂ ആണ്. അപ്പോൾ ഓഡീഷന് വരുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ പടത്തിൻ്റെ ടൈറ്റിൽ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരാണ് എന്നെ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ ചെയ്തു. അങ്ങനെ അതിന് ശേഷം പിന്നെ ഈ ഒരു ദിവസം ഇതുപോലെ സ്ക്രിപ്റ്റുമായിട്ട്. ഓഡീഷനിൽ എന്തൊക്കെ ടാസ്ക് തന്നു? ഓഡീഷനിൽ ഒന്ന് സിനിമയിലൊരു സീക്വൻസ് മാത്രം. ഓഡീഷനിലൊരു സീക്വൻസ് ഉണ്ട്. എന്ത് പറഞ്ഞാൽ ഇത് അലമാരയുടെ ക്രെഡിറ്റിലോട്ടേ പോവുള്ളൂ. അതെ, അലമാരയുടെ ക്രെഡിറ്റ്. ഞാൻ സിനിമ കണ്ടു. അതിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ 2 ഭക്ഷണം കഴിക്കുന്നത് അമ്മയച്ഛന് വരുമ്പോൾ അതും, പിന്നെ ക്ലൈമാക്സിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബീച്ചിലിരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അതുമായിരുന്നു ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഓക്കെ പറഞ്ഞു. ഓഡിഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നെ കൊണ്ട് ഓരോ ഭാവങ്ങൾ ഇടാൻ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇതുപോലെ പ്രണയം ചെയ്യാൻ പറഞ്ഞു. ബ്രേക്കപ്പ് അതിന് എന്തായിരിക്കും, അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും പ്രീ എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ പറയും. അല്ല, പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട് തീർച്ചയായും. പിന്നെ പിന്നെന്താ, അതത്ര മോശം കാര്യം. അതിനല്ല, സത്യസന്ധതയ്ക്കാണ് ഞാൻ കൈ കൊടുത്തത്. തുറന്നു പറഞ്ഞല്ലോ. ഈ പ്രണയം അങ്ങനെ ഒരു വാക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ പെട്ടു. അല്ല, അതത്ര മോശവും കാര്യമില്ലല്ലോ. ഞാൻ അത് തുറന്നു പറഞ്ഞതാ. ഇനി നമ്മൾ വീണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസസ് ഞാൻ ചെയ്തു. അതൊരു ഗുണം ചെയ്തു, അത് മാത്രം അങ്ങനെ ചെയ്തു. പിന്നെ മൂവി അപ്പോഴെനിക്ക് പടത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ലായിരുന്നു. കാരണം ഓഡീഷൻ ഇതുപോലെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പാണോ ഇന്നാണോ ഔട്ടാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇതുപോലെ ഫോൺ കോൾ വന്നു, മോൾ ഇന്നാണ്, സ്ക്രിപ്റ്റ് തരാം, ഒരു ദിവസം വരാൻ പറഞ്ഞു. അപ്പം അപ്പോഴാണ് ഞാൻ സ്ക്രിപ്റ്റ് കണ്ടപ്പോഴാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് മൂവിയുടെ പേര് അലമാര എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു അലമാര? അപ്പം ചോദിച്ചാൽ അലമാര എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര, ആ പേര് കേട്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണ് അലമാര. കാരണം ഒരുപാട് വട്ടം നമ്മൾ പറയുന്ന പേരാണ് അലമാര. ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കായിരിക്കും എന്തായിരുന്നു അപ്പ ചോദിച്ച ഭാവം എന്ന്. ആ ഒരു ടാസ്ക് അവർക്കും കാണാനൊരു ആഗ്രഹം ഉണ്ടാവില്ലോ. ഇപ്പം അലമാര കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല. അല്ല, അന്ന് തന്നെ ഒരുപാട് ടെൻഷൻ അടിച്ച് ചെയ്തതാണ്. എന്തായാലും സന്തോഷമുണ്ടല്ലോ, നല്ലൊരു സിനിമ ഇറങ്ങി, ഗെറ്റിംഗ് ഗുഡ് റെസ്പോൺസ്. അന്നത്തെ ഒരു സീക്വൻസ് എന്തായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞത് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് ഒരു ബോയ് ഫ്രണ്ട് പറഞ്ഞ് എണീറ്റ് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു
തീർച്ചയായിട്ടും ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഷോക്കായിട്ടിരുന്ന ഒരു എക്സ്പ്രഷൻ ആയിരുന്നു വന്നിട്ടത്. അല്ല അത് വിധുചേട്ടൻ പറ. ഞാൻ ആക്ഷൻ പറഞ്ഞു. ഷോ ആങ്കർ ഉണ്ട്, പറഞ്ഞു ആക്ഷൻ പറഞ്ഞു. ഞാൻ എന്താ പറയുക, ക്യാമറ റോളിംഗ് ആക്ഷൻ എന്നൊക്കെ പറയണം. അല്ല ഒരാൾ പറഞ്ഞ എണീറ്റ് പോകുന്നതാണ്. ലെറ്റസ് ബ്രേക്കപ്പ്. അത് പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞോ. ഓക്കെ, ലെറ്റസ് ബ്രേക്കപ്പ്. ഇത് ബ്രേക്കപ്പ്, ഒരു പ്രണയമാണ് പറഞ്ഞത്. അപ്പം എന്താ ചെയ്തേ? ഇത് ബ്രേക്കപ്പ് ഞങ്ങൾ കണ്ടു, ഇനി ഞങ്ങൾ പ്രണയം കാണട്ടെ. പ്രണയം നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ താഴോട്ട് നോക്കും. ഒരു സിനിമ പരാജയമോ വിജയമോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. ബട്ട് സിനിമയിൽ നിന്ന് നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ്, അതിൽ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് എത്രത്തോളം പണ്ട് നമുക്ക് സംവിധായകരെ അധികം ആൾക്കാരും അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇന്ന് അങ്ങനെയല്ല. പ്രേക്ഷകരെന്ന് പറയുന്നത് എല്ലാ ടെക്നിക്കൽ സ്റ്റാഫ്, അതുപോലെ തന്നെ ആരാണ് ക്യാമറ ചെയ്തത്, ആരാണ് സംവിധാനം ചെയ്തത്, എല്ലാം എല്ലാവർക്കും അറിയാം. ഇന്ന് സിനിമ പഠിക്കുന്ന പ്രേക്ഷകരാണ്. അങ്ങനെയൊക്കെ എങ്ങനെ റെസ്പോൺസ് കിട്ടും, പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയിൽ നിന്ന്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വളർച്ചയും ആക്സസ് ഒക്കെ കൂടിയതിൻ്റെ ഒക്കെ ഒരു മെച്ചം കൊണ്ട് പണ്ട് നമുക്ക് വലിയ സംവിധായകരുടെ ചിത്രങ്ങൾ ഈ പത്രങ്ങളിലും വാരികളിലൊക്കെ വരുമ്പോഴേ നമുക്ക് അറിയാവുള്ളൂ. ഇപ്പം ആളുകൾക്ക് ഇന്ന സംവിധായകൻ്റെ ഹിസ്റ്ററി തൊട്ടറിയാം, അയാൾ എവിടെയാണ് ജനിച്ചത് അതുവരെ അറിയാം. അയാളുടെ ഒരു ക്രാഫ്റ്റ് നോക്കിയിട്ട് പടത്തിന് വരുന്ന ആളുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്വാഗതാർഹമായ ഒരു മാറ്റമാണ്. കാരണം നമുക്ക് നായകന്മാരെ വെച്ച് മാത്രം മാർക്കറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയില്ല. ഇപ്പോൾ സർഗാത്മകതയുണ്ടോ, വാതായനങ്ങൾ തുറക്കപ്പെടും. ഏകദേശം ആ ഒരു ലൈനിലേക്ക് ബംഗമാലി ഡയറീസ് ഒക്കെ കിടന്ന് തകർത്തുവിടുന്നതിന്റെ പ്രധാന കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും പിന്നെ നമ്മൾ കാണാത്ത ഒരു സംസ്കാരം അത് കൊണ്ടുവന്നു. അത് അങ്കമാലിയിലെ ഒരു കുഞ്ഞു കഥയാണ്, പക്ഷെ അത് അബ്രപാളിയിൽ എത്തിച്ചപ്പോൾ നമ്മൾ അവിടെ അങ്കമാലി കൂടെ യാത്ര ചെയ്യായിരുന്നു. അത് സംവിധായകന്റെ മികവാണ്. അപ്പോൾ അത്തരം മികവ് നോക്കി ആളുകൾ തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി കുറേ പുതുമുഖങ്ങൾ കിട്ടി. അപ്പോൾ സംവിധായകൻ അത്രയും ക്രെഡിറ്റ് കിട്ടുക, എഴുത്തുകാരൻ അത്രയും ക്രെഡിറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായൊരു കാര്യമാണ്. കാരണം നമുക്ക് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ താരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട പുതിയ ആളുകൾക്ക് അവസരം കിട്ടും. സംവിധായകർക്ക് അവരുടെ മനസ്സിലുള്ള സ്വതന്ത്രമായ സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ അതൊക്കെ അതേ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രേക്ഷകൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തുടർന്നും അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ഇൻഡസ്ട്രി ആകുമ്പോഴത്തേക്കും ചെറിയ ആർട്ടിസ്റ്റുകൾ തൊട്ട് വലിയ സൂപ്പർ മെഗാ സ്റ്റാർസ് വരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി, പല ടൈപ്പ് ഓഫ് സിനിമകൾ വരുന്ന ഇൻഡസ്ട്രി ആകുമ്പോഴേ എന്താ പറയുക, ഒരു പുഷ്കലമായ ഒരു ഇൻഡസ്ട്രി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നിലവിൽ മലയാള സിനിമയ്ക്ക് അത്തരമൊരവസ്ഥയുണ്ട്. അപ്പോൾ അത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ സിനിമ എത്തിയത് തന്നെ ഒരു വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നു. തുടർന്നും ഇതിനപ്പുറത്തേക്കുള്ള ഗംഭീര സിനിമകൾ വരട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ സിനിമാ പ്രേക്ഷകനും കൂടിയാണ് ഞാൻ. പിന്നെ ആളുകളിപ്പോൾ വിലയിരുത്തുമ്പോഴത്തേക്കും വളരെ ടെക്നിക്കലായിട്ട് തന്നെ വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഇടുന്ന 1-2 പേര് റിവ്യൂസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പം നമുക്ക് മെസ്സേജസ് ഒക്കെ വരുമ്പോഴത്തേക്കും ചേട്ടാ എഡിറ്റിംഗ് നന്നായിരുന്നു കേട്ടോ, ചേട്ടാ സിനിമാറ്റോഗ്രാഫി നന്നായിരുന്നു കേട്ടോ, ചേട്ടാ ലിറിക്സ് അത്ര പോരായിരുന്നു കേട്ടോ, ചേട്ടാ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ താന്നു പോയി കേട്ടോ. ഇങ്ങനെ വളരെ പിൻ പോയിന്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ സാക്ഷരത പ്രേക്ഷകന് വന്നു എന്ന് പറയുന്നത്. ഇന്ന് സിനിമ ഒരു പാഠ്യ വിഷയമാണ്. ഇന്നൊരു 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 10ാം ക്ലാസ്, നമുക്കറിയാലോ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം വളരെ ഹിറ്റായിട്ട് ഓടുമല്ലേ, ആദി എടുത്ത പടം. അപ്പോൾ നമുക്ക് ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നല്ല മേക്കേഴ്സ് വരട്ടെ, അതെന്തായാലും ഇൻഡസ്ട്രിക്ക് നല്ലതേ ചെയ്യുള്ളൂ. പ്രേക്ഷകൻ പ്രബുദ്ധനാവുക എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. എന്നും ഹെൽത്തി ക്രിട്ടിക് ആവുമ്പോഴാണ് നമുക്കും ഒരു ചർച്ച ചെയ്യപ്പെടുന്നത്. ക്രിട്ടിക്സ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രേക്ഷകനൊരു പ്രബുദ്ധത വേണം. ഇപ്പം എന്താ പറഞ്ഞാൽ, അവൻ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് സിനിമയുടെ സാങ്കേതിക വശം കൂടെ നോക്കി സിനിമ ഇപ്പം നമ്മൾ പണ്ട് ഇപ്പോൾ സത്യനന്ദിക്കാട് എന്ന് പറയുമ്പോൾ ഒരു കുടുംബ പ്രേക്ഷകർക്കറിയാം, അതൊരു മിനിമം ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമ വരുന്നു. അപ്പോൾ അതിനകത്ത് അപ്പോൾ ആർട്ടിസ്റ്റ് ആരാന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അപ്പോൾ അത്തരമൊരു സിനിമാ സാക്ഷരതയിലേക്ക് പ്രേക്ഷകൻ എത്തുമ്പോഴുള്ളൊരു അവസ്ഥയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു വെൽക്കം ചേഞ്ചാണത്. നേരത്തെ പറഞ്ഞു പുതുമുഖങ്ങളെ കിട്ടിയെന്ന്. പുതുമുഖങ്ങളെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പുതുമുഖങ്ങളുടെ ഒരു മികവ് അതിൽ കാണും. പക്ഷേ എന്നാലും അതിൽ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന, സംവിധായകൻ ഹോംവർക്ക് കൊടുക്കുന്ന, സംവിധായകൻ കഥ എത്രത്തോളം അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ്, അത് സംവിധായകൻ്റെ കഴിവാണ്. ഒരു പുതുമുഖം ആദ്യത്തെ സിനിമയിൽ മികവാണ് കാഴ്ചവെച്ചത് എല്ലാവരും ഓർക്കുന്നുവെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു സംവിധായകൻ. അപ്പോൾ എത്രത്തോളം ആ ഗ്രൂമിങ് സെഷൻ എത്രത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അല്ല, ഇതിനകത്ത് 2 രീതിയിൽ നമുക്ക് ഇതിനെ എടുക്കാം. കാരണം ഇപ്പോൾ എന്താ പറയുക, നാച്ചുറൽ ടാലൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആ കഥാപാത്രത്തിന് ഒരുപാട് മാനറിസംസ് ഒക്കെ അവർക്ക് കൊണ്ടുവരാൻ പറ്റും, ആ ഇൻഡെപ്ത് ക്യാരക്ടറിനെ പഠിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മൾ കൺസീവ് ചെയ്തതിനപ്പുറത്തേക്ക്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ചില ആർട്ടിസ്റ്റുകൾക്ക് ആ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ കൊടുക്കുന്നൊരു ഫ്രീഡം കൂടി ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു വര വരച്ചതിന് അപ്പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ലിമിറ്റഡ് ആയി പോകും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ ഇതാണ് സിറ്റുവേഷൻ, നിങ്ങൾ ബിഹേവ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ടാലൻറ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് അവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളിതിനകത്ത് ഇപ്പോൾ അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ കൈ അങ്ങോട്ട് വെക്കാൻ പാടില്ല ഇങ്ങോട്ട് വെക്കാൻ പാടില്ല ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്കും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അപ്പം അവരുടെ ഇംപ്രവൈസേഷൻസ് വരും. അടുത്തൊരു ക്യാരക്ടർ വരുമ്പോൾ അവർ അതിൻ്റെ മേലേക്ക് ഇംപ്രവൈസ് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. AR റഹ്മാൻ്റെ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള സിംഗേഴ്സ് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അറിയാതെ സംഗതി വന്നാൽ പോലും അതവിടെ കിടക്കട്ടെ എന്ന് പറയും. ആ ആക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് നമ്മളുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു കഥ, ഓഡിഷൻ കഴിഞ്ഞ് കഥ കേട്ട് കാണുമല്ലോ. നമുക്കും സിനിമയിൽ ആദ്യം പോകുമ്പോൾ ഒരു കോളേജ് ഗേൾ, യെസ്, ഒരു ഗ്ലാമർ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കും നമ്മുടേതായ ഒരു സ്വപ്നങ്ങളുണ്ടാവാം, ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊരു കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാണ്. അതിഥിയെ കാണുന്നത് തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരാളായിട്ടാണ്. അപ്പം അത്തരത്തിലൊരു വിഷയം കേട്ടപ്പോൾ എനിക്ക് പ്രായമായ ഒരാൾ അത് ചെയ്യണോ അങ്ങനെയൊക്കെ തോന്നിയോ? ഇല്ല, ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളല്ല. അത് ചുമ്മാ പറയുന്നല്ല. സിനിമ ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടർ, എന്താ പറയുക, ഫീമെയിൽ ക്യാരക്ടറിന് ചെയ്യാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്രയും ഭാഗ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ എന്ത് ക്യാരക്ടറാണെങ്കിലും, ഇപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണെങ്കിലും, ഞാൻ അതിന് പോലെയുള്ള ഫിലിംസിന് ഒരു ഓഡിഷൻ ഞാൻ പോയിട്ടുള്ളത്. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ, ഫീമെയിലിന് അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. കുറേ ഗ്ലാമറായിട്ട് കുറേ ചുമ്മാ പേരിന് സൈഡിൽ കൂടെ പോകുന്ന ഒരു ഹീറോയിൻ ആവുന്നേക്കാളും നല്ലത് ഒരുപാട് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കാനാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. സോ രവി അതിഥിയായിട്ടാണ് അറിയപ്പെടുന്നത്, കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ മലയാള ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ കേരളമാണോ അതോ പുറത്തുനിന്നാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? പേര് കേൾക്കുമ്പോൾ എല്ലാവരും, പിന്നെ ഞാൻ മോഡലിംഗ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും എവിടെ, ബാംഗ്ലൂരാണോ അല്ലെങ്കിൽ ഡൽഹി ആണോ എന്നൊക്കെ ചോദിക്കും. ഞാനല്ല, ഞാൻ തൃശ്ശൂരെന്നാണെന്ന് പറയുമ്പോഴാണ് എല്ലാവരും ഓ അതെയോ, സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നുള്ള പെൺകുടിയാണോ ഇത്? അല്ലല്ല, ഇവിടുത്തെ കാര്യം തന്നെയാണ്. നമ്മൾ അതിൽ കാണുന്നുണ്ട് കല്യാണം കഴിഞ്ഞ സുഹൃത്തുണ്ട്. കല്യാണം കഴിഞ്ഞ സുഹൃത്ത് വളരെ കാര്യമായിട്ട് ഭാര്യയെ വെട്ടിച്ച് വേറെ സ്ഥലത്ത് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ അതിൻ്റെ ഒരു മടുപ്പ്, അതിൻ്റെ എല്ലാവരും പറയുന്നത് അതിലൊന്നും ആത്മാംശം കണ്ടെത്തലല്ല. ബട്ട് എത്രത്തോളം ഹോംവർക്ക് നടത്തി ഈ ഒരു സ്ക്രിപ്റ്റിങ്ങിന് ശേഷം? ഇംപ്രവൈസിങ് സെഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഇംപ്രവൈസിങ് ഒരുപാട്, ഇപ്പം നമ്മുടെ കഥാകാരൻ വിവാഹിതനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തെ പറ്റി മാത്രമേ നമുക്കറിയുള്ളൂ. ബാക്കി നമ്മൾ ചെയ്തതെല്ലാം ബാച്ചിലേഴ്സാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ചില ആളുകൾ ഇപ്പം മേ ബി വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും, ഞാൻ പോലും അടക്കം, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു അഡ്രിനാലിൻ വേറെയാണ്. സത്യം. അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ കള്ളം പറഞ്ഞ് അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അതിപ്പം മനഃപൂർവ്വം ഭയങ്കര അതിഭീകര കള്ളത്തരം കാണിക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നീട് ചിലപ്പോൾ അറിഞ്ഞാൽ പോലും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന തെറ്റുകളാണ്. അതൊരു അക്ഷന്തവ്യമായ തെറ്റൊന്നും അല്ല. അപ്പോൾ അത്രയും ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് സൈജു കുറുപ്പിന്റെ ക്യാരക്ടർ ഉണ്ടാവുന്നത്. അത്തരം സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു പറയരുത്, അത്തരം സുഹൃത്തുക്കളാണ് 90%. അതാണ് കോമൺ. അപ്പോൾ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഹസ്ബൻഡിനെ പിടിച്ചിട്ടുണ്ട്. കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോൾ അത്തരം കോമൺ ആറ്റിറ്റ്യൂഡുള്ള കോമൺ ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ നമ്മളെടുത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ ഒരു ചായ കൊടുത്ത് സൈജു കുറുപ്പിനെ ആ ക്യാരക്ടറാക്കി. ഇപ്പം നമ്മൾ കാണുന്നതല്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ തിരക്കിട്ട് ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാര്യമാർ വിളിക്കുമ്പോൾ ഞാൻ ഫ്ലാറ്റിൻ്റെ താഴെ ഇവിടെ ഉണ്ടെന്ന് പറയും. നമ്മുടെ കൂടെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. അതിപ്പോൾ അവർ പറയുന്നത് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത്? പക്ഷേ നമുക്കറിയാം ഫ്യൂച്ചറിൽ നമ്മൾ ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. അതാ ഒരു മെയിൽ സൈക്കോളജീൻ്റെ ഒരു പ്രശ്നമാണ്.